പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു ഗൗരവപൂർവം സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിൽ സംസാരിക്കേണ്ടുന്ന, തീർച്ചയായിട്ടും പരാമർശിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ കരുതിയിട്ടാണ് ഇവിടെ ഇരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഇതിനു മുമ്പുള്ള ചില സംസാരങ്ങൾ കേട്ടപ്പോൾ അതിനേക്കാൾ, ഞാൻ കരുതിയിരുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്. അതും പ്രത്യേകിച്ച് ഡയലോഗ് സെൻറ്റർ കേരളയുടെ ഒരു പരിപാടിയാകുമ്പോൾ അത് അനിവാര്യമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. മറ്റൊന്നുമല്ല, അത് അംബേദ്കറെ മുൻനിർത്തിയുള്ള ചില കാര്യങ്ങളാണ്. അംബേദ്കറെ ദീർഘമായ ഇരുട്ടിൽ നിന്ന് നമ്മൾ സമീപകാലത്ത് ഇന്ത്യ ചരിത്രം വെളിച്ചത്തിലേക്ക് വീണ്ടെടുത്തതാണ്. തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ മോചനത്തിൻ്റെ പാതയാണ് എന്ന പുതിയ മനുഷ്യരുടെ തിരിച്ചറിവിൽ നിന്നുകൂടി സംഭവിച്ചതുമാണ്. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെയോ മഹാത്മാഗാന്ധിയെയോ മഹത്വവത്കരിക്കാൻ അംബേദ്കറെ ഇനി വീണ്ടും നമ്മൾ ഇകഴ്ത്തരുത്. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി ഒന്നേ ഉള്ളൂ ലോകത്തിൽ. ദി ഗ്രേറ്റസ്റ്റ് സോൾ എന്ന നിലയിൽ തന്നെയാണ് മഹാത്മാ എന്ന വാക്ക് പ്രയോഗിക്കുകയും ചെയ്യുന്നത്. ശരിയായ വിശേഷണമാണത്. ജവഹർലാൽ നെഹ്റുവിനെ ലോകം കണ്ട വലിയ തത്വചിന്തകനായ രാഷ്ട്രീയ നേതാവായിട്ടാണ് പുതിയ കാലവും വിലയിരുത്തുന്നത്. ഇതൊന്നും പക്ഷേ അംബേദ്കറിനെ വീണ്ടും നിഴലിലേക്ക് നിർത്താനുള്ള പ്രേരണക്ക് ആധാരമാകരുത്. പ്രത്യേകിച്ചും പുതിയ ഇന്ത്യയിൽ ദളിത് പിന്നോക്ക ഉയിർപ്പ് എന്നത് അതൊരു വൈകാരികമായ പ്രതികരണമല്ല. ഇന്ത്യൻ ജനതയുടെ എത്രയോ അതിഭീമമായ ജനസംഖ്യ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെ, ഇന്ത്യയുടെ ഒരു ഹ്യൂജ് മെജോറിറ്റിയെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ദശകങ്ങളോളം അവഗണിച്ചതിൻ്റെ ചരിത്രം മാറ്റി എഴുതാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഇന്ത്യൻ ജനതയോടുള്ള ധാർമ്മികമായൊരു അത് ഒരു ധാർമ്മികതയിലാണ് അതിൻ്റെ വേരുകളുള്ളത്. 1979 മണ്ഡൽ കമ്മീഷൻ ഉണ്ടാകുന്നത്. മണ്ഡൽ കമ്മീഷൻ ഉണ്ടാകുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല. ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട ഒരു മത സംവിധാനത്തിനകത്ത് ഏതാണ്ട് അതിൽ 80% മനുഷ്യർ അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ ഭൂവുടമസ്ഥതയുടെയോ ഒന്നും ആളുകളാകാതെ സവർണതയുടെ കീഴിൽ സഹസ്രാബ്ദങ്ങളായിട്ട് തുടരുന്നു എന്നും സ്വാതന്ത്ര്യത്തിന് ശേഷവും കാര്യമായി ഇതിൽ മാറ്റം വരുന്നില്ല എന്നുമുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് ഇത് പഠിക്കാൻ വേണ്ടി, ഇന്ത്യയുടെ പിന്നോക്ക മനുഷ്യരുടെ അവസ്ഥ എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കുക. ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല, ദീർഘമായിട്ട് സംസാരിക്കാനുള്ള അവസരവുമല്ല ഇത്. BP മണ്ഡൽ ചെയർമാനാകുന്നു, 4 ആളുകൾ കൂടി അതിലുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം. 2 വർഷം കൃത്യമായിട്ട് എടുത്തിട്ട് 1979 ജനുവരിയിലാണ് ഈ കമ്മീഷനെ നിശ്ചയിക്കുന്നത്. 1980 ഡിസംബറിലാണ് ഈ കമ്മീഷൻ ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴേക്കും കേന്ദ്രാധികാരം മാറി ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റായി. പിന്നീടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് ഈ റിപ്പോർട്ട് അവിടെ വെച്ചു, തുറന്നു നോക്കിയില്ല, നടപ്പിലാക്കിയില്ല. പിന്നീടുള്ള ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയില്ല. ഒരു ദശകത്തിന് ശേഷം 1990 VP സിംഗ് വന്നു, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇന്ത്യയിലുണ്ടായിരുന്ന, ഇന്ത്യ കത്തിയതൊക്കെ നമ്മുടെ സമീപ ഭൂതകാലമാണ്. സത്യത്തിൽ നിങ്ങൾ നോക്കൂ, ഈ സംഘപരിവാർ ശക്തികൾ മഹാത്മാഗാന്ധിയെ, ജവഹർലാൽ നെഹ്റുവെ പുലഭ്യം പറയുന്നത് ഇന്നും ഇന്നലെയോ അല്ല, എത്രയോ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതാണ്. ചെറിയൊരു കാര്യം മാത്രം പറയാം. ഇപ്പോൾ 1925 ജൂലൈ 26
മഹാത്മാഗാന്ധി ബോംബെയിലെ നാഷണൽ കോളേജിൽ കുട്ടികളോട് ബൈബിളിലെ പുതിയ നിയമം ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അത് കഴിഞ്ഞ് പത്രവാർത്തയൊക്കെ വന്നപ്പോൾ അന്നത്തെ ഹിന്ദുത്വ ശക്തികൾ ഗാന്ധിജിയെ വിമർശിക്കാൻ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ക്രിസ്തീയതയെ ഒളിച്ചു കടത്തുകയാണ്, ക്രിസ്തുമതത്തിൻ്റെ ചാരനാണ് ഈ മനുഷ്യൻ. പുലഭ്യമാണ്, മറ്റൊരു വാക്കില്ല മലയാളത്തിൽ അതിന്. ഇങ്ങനെ തുടർന്നപ്പോൾ ഗാന്ധിജി സ്വതസിദ്ധായ മൗനായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ തന്നെ ഗാന്ധിജിക്ക് കത്തെഴുതി, താങ്കളെ പുലഭ്യം പറയുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കാം, പക്ഷെ താങ്കൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ക്രിസ്തുവാക്യത്തെക്കാൾ മഹത്തരമാണ് വേദസൂക്തങ്ങൾ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. ഗാന്ധിജി ഈ കത്ത് അടുത്ത ലക്കത്തിലെ യങ് ഇന്ത്യയിൽ അതേപോലെ പ്രസിദ്ധീകരിക്കുന്നു. അതിനടിയിൽ മറുപടി എഴുതാൻ തുടങ്ങുന്നു, ക്രിസ്തുവാക്യത്തെക്കാൾ മഹത്തരമാണ് വേദസൂക്തങ്ങൾ എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പിന്നീട് അതെന്തുകൊണ്ടാണെന്നുള്ള വിശദീകരണം ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇത് കുറച്ചു കാലം ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ ഒളിവിലായിരുന്നു. അതിൻ്റെ ഒന്നും കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോ അധികാരത്തിൽ വന്നപ്പോൾ, കേന്ദ്രാധികാരം കൈവന്നപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു ദുർവിധി നോക്കണം. ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ നായകനെ കൊല ചെയ്ത ഒരു ശക്തി ആ രാഷ്ട്രത്തിൻ്റെ സമഗ്ര അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സങ്കടകരമായ വൈരുദ്ധ്യത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ പുലരുന്നത്. ഏതായാലും അങ്ങനെ സംഭവിച്ചു. മഹാത്മാഗാന്ധിയെ പുലഭ്യം പറയുന്നത് എത്രയോ 10 മടങ്ങായിട്ട് തുടരുന്നു. ഗാന്ധിയെ വീണ്ടും വീണ്ടും വെടിവെച്ച് കൊല്ലുന്നു. ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ അധിക്ഷേപിക്കുന്നത് കേട്ടാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അങ്ങനെ അല്ലെങ്കിൽ ഗാന്ധിയനായിട്ടോ നെഹ്റുവിയനായിട്ടോ തുടരാത്ത ഞങ്ങളെയൊക്കെ പോലുള്ള ആളുകൾക്ക് പോലും രക്തസമ്മർദ്ദം കൂടും. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നും അനങ്ങിയില്ല ഇത്രയും വർഷമായിട്ട്, ഈ പ്രത്യേകിച്ച് 2014 ശേഷം. പക്ഷെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പാർലമെന്റിൽ സർവാധികാരിയായ ആഭ്യന്തരമന്ത്രി അംബേദ്കറെ പരിഹസിച്ചുകൊണ്ടൊരു പരാമർശം, ഒരു സാന്ദർഭിക പരാമർശമാണ്. ഇന്ത്യ മുഴുവൻ ആളിക്കത്തി, പ്രത്യേകിച്ചും ഉത്തരേന്ത്യ. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കേന്ദ്ര ഗവൺമെന്റിന്. രാഹുൽ ഗാന്ധിയുടെ തന്നെ നേതൃത്വത്തിൽ അംബേദ്കറിനെയും ദളിത് ജനതയെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ പ്രത്യേക പദ്ധതികൾ, പരിപാടികൾ നടത്തി. ഒടുവിൽ ഈ 10 കൊല്ലത്തെ അധികാരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി ജനങ്ങളോട് വിശദീകരിച്ചു, അമിത്ഷാ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അമിത്ഷാ തന്നെ ഈ 10 കൊല്ലം ജനങ്ങളോട് എന്തെങ്കിലും വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് കരുതാത്തൊരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ജനങ്ങളോടല്ല, പാർലമെന്റിനോട് പോലും എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ആൻസറബിൾ ആണ് അങ്ങനെ പ്രധാനമന്ത്രി കരുതുന്നില്ല. പക്ഷെ ഇത് പറയേണ്ടി വന്നു, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ മാറ്റം, അംബേദ്കർ എന്നത് ഇന്ത്യയിലെ പുതിയ ജനതയുടെ ഒരു വൈകാരികമായ വല്ലാത്തൊരു ഉൾക്കരുത്തായി തീർന്ന ഈ മാറ്റം വെറുതെ ഉണ്ടായതല്ല. അതുകൊണ്ട് ഈ അംബേദ്കറെ ചരിത്രം വീണ്ടെടുക്കുന്നതാണ്. സാധാരണ പറയും ചരിത്രം മനുഷ്യരെ ഓരോ സമയത്ത് ആവശ്യത്തിന് തെരഞ്ഞെടുക്കുന്നതാണ്. നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ചരിത്രത്തിൻ്റെ സന്ദർഭങ്ങളാണ്. ഇന്ത്യ ചരിത്രത്തിന് അംബേദ്കർ അനിവാര്യമായി തീരുന്നൊരു ചരിത്ര സന്ദർഭം ഇന്ത്യ ചരിത്രം അങ്ങനെ എത്തിയതുകൊണ്ടാണ് അംബേദ്കർ പുതിയ പ്രസക്തിയിലേക്ക് വരുന്നത്. ഇനി നമുക്ക് അംബേദ്കറിന് ഇല്ലാത്ത മഹത്വമാണിത് എന്ന് അങ്ങനെ അതിനെ നിസ്സാരമാക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ പറയൂ. ഇപ്പോൾ ജനാധിപത്യത്തെ തന്നെ കുറിച്ച് അംബേദ്കർ പറയുന്നത് നിങ്ങൾ നോക്കൂ. ഇപ്പം ഭരണഘടന ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ വലിയ ആക്ഷേപം ഉയർത്തി, എല്ലാം വൈദേശികമാണ്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ചെറിയ സമയമാണ്. പക്ഷെ ജനാധിപത്യത്തെക്കുറിച്ച് അവരത് പറഞ്ഞില്ല. കാരണം ജനാധിപത്യം ഹിന്ദുത്വ ശക്തികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യക്കാർ പൊതുവെയും കരുതുന്നത് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലാണ് നമ്മൾ എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജിൻ്റെ ഒക്കെ അടിസ്ഥാന ദർശനം ഇതാണ്. ഇന്ത്യയിൽ സഹസ്രാബ്ദങ്ങളായിട്ട് ജനാധിപത്യമുണ്ട്. അതിൻ്റെ ആദിമ രൂപങ്ങളായിരുന്നു ഈ ഗ്രാമസഭകളൊക്കെ. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തിൻ്റെ ഈ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ നീളുന്ന പാരമ്പര്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മളിലെല്ലാം ഉള്ളതുകൊണ്ട് ഭരണഘടനയിലെ ജനാധിപത്യം ഒരു വൈദേശിക മൂല്യമാണ് എന്ന് ആരും ആക്ഷേപിച്ചില്ല. പക്ഷെ അംബേദ്കർ പറഞ്ഞു,
ബഡായിയാണ്. ഇന്ത്യയിൽ ജനാധിപത്യം പരിചിതമേ അല്ല ഇന്ത്യക്ക്. അംബേദ്കർ പറഞ്ഞു, ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ ഒരു അരങ്ങൊരുങ്ങുക സമഭാവനയിൽ നിന്നാണ്. സമത്വമില്ലാത്തടുത്ത് ജനാധിപത്യമില്ല. സമഭാവന ഇല്ലാത്തടുത്ത് പുലരുന്ന ഒരു മൂല്യമല്ല ജനാധിപത്യം. ഒരു ബ്രാഹ്മണനെ കൊന്നാൽ പരമാവധി ശിക്ഷ കിട്ടുകയും ദളിതനെ കൊന്നാൽ ശിക്ഷയെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന ഒരു ജീവിത മൂല്യമുള്ളൊരു സമൂഹത്തിൽ ജനാധിപത്യം പുലർന്നിരുന്നു എന്ന് പറയുന്നത് ബഡായി വിഡ്ഢിത്താണ്. അങ്ങനെ ഇല്ല. ജനാധിപത്യം ഇന്ത്യക്ക് പരിചിതമായ മൂല്യമല്ല. അതുകൊണ്ട് ജനാധിപത്യം, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒറ്റക്ക് നിൽക്കുന്ന ഒരു ഭരണഘടനാ മൂല്യമായിട്ടോ ഒറ്റക്ക് നിൽക്കുന്ന ഒരു ജീവിത മൂല്യമായിട്ടോ തുടരില്ല. അതിന് പശ്ചാത്തലത്തിൽ പല കാര്യങ്ങൾ വേണം. ഇപ്പോൾ ആമുഖത്തെക്കുറിച്ച്, ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. ജവഹർലാൽ നെഹ്റുവിന് മാത്രമേ എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. നെഹ്റു നമ്മുടെ ആരാധ്യ പുരുഷനാണ്. നെഹ്റു ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ഗംഭീരമായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളിൽ മുമ്പിലാണ് നെഹ്റു. പക്ഷെ ഒരു വസ്തുത, ഈ ആമുഖം നെഹ്റു എഴുതിയിട്ട് ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോൾ അതിലിങ്ങനെ ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഈ റിപ്പബ്ലിക്കായിട്ടൊക്കെ സമഭാവന പുലരുന്ന റിപ്പബ്ലിക്കായിട്ടൊക്കെ തുടരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആരാധനക്കുള്ള അവകാശം, ആമുഖമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഓർമ്മയിൽ നിന്ന്. ആരാധനക്കുള്ള അവകാശം, നമ്മുടെ ആശയാവിഷ്കാരത്തിനുള്ള അവകാശം, സമത്വം, ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് പൂർത്തീകരിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ നെഹ്റു ഇത് അവതരിപ്പിച്ചപ്പോൾ അംബേദ്കർ അതിലൊരു വാക്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് അംബേദ്കർ പറയുന്നത്, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തുന്നതിന് വേണ്ടി സാഹോദര്യത്തിൽ തുടരുന്ന, സാഹോദര്യമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കുന്നതിന് ഇതിനുകൂടി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ ഭരണഘടനാ അസംബ്ലിയിൽ ഞങ്ങൾ ഈ ഭരണഘടന സമർപ്പിക്കുന്നു എന്നാണ്. സാഹോദര്യം എന്ന വാക്ക് നെഹ്റുവിൻ്റെതല്ല, അംബേദ്കറിൻ്റെതാണ്. അവസാന നിമിഷം എഴുതി ചേർക്കുന്നതാണ്. എന്തിനു വേണ്ടിയാ സാഹോദര്യം? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഉപാധിയാണ്. ഇത് കേട്ടിട്ട് മൗലാന അബുൽ കലാം ആസാദ് ഉടനെ പ്രതികരിച്ചത്, ഈ വാക്കുകൂടി വന്നപ്പോൾ ഈ ഭരണഘടന ധാർമ്മികതയാൽ സമാനതകളില്ലാത്തതായി. അതുകൊണ്ട് നമ്മളെ ജനാധിപത്യത്തെക്കുറിച്ച് അംബേദ്കർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ, ജനാധിപത്യം എന്ന വാക്ക് തന്നെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തയെ ചെറിയതായ രീതിയിൽ ദുർബലാക്കുന്നുണ്ട്. കാരണം ജനാധിപത്യം എന്ന വിശാലായ ഒരു സങ്കല്പനത്തിൽ ആധിപത്യമില്ല, ജനങ്ങളുടെ പോലും ആധിപത്യമല്ല. ജനായത്ത് എന്നൊക്കെ പറയുന്നതാണ് കുറെ കൂടി നല്ലത്. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു, അതിൽ തെറ്റൊന്നുമില്ല, അതിനൊരു പ്രയോഗ സാധ്യതയുണ്ട്. ഏതായാലും അംബേദ്കർ പറയുന്നത്, ഇപ്പോൾ ജനാധിപത്യം, ഈ പൊളിറ്റിക്കൽ ജനാധിപത്യമാണ് ഈ ഭരണഘടന ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ ജനാധിപത്യം, രാഷ്ട്രീയ ബോധത്താൽ പൗരന്മാർ സ്വന്തം ഭരണകർത്താവിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. അംബേദ്കർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് പകരം ഒരു മതസ്ഥരാണ് ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുക. അങ്ങനെ ഒരു അപകടം ഈ ഭരണഘടനക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് പകരം ഒരുപക്ഷെ ഒരു റിലീജിയസ് ഡെമോക്രസി ആയിട്ടോ ഒരു തിയോളജിക്കൽ ഡെമോക്രസി ആയിട്ടോ നമ്മുടെ ഭരണഘടനയിലെ ഈ ജനാധിപത്യം എന്ന പരികല്പന മാറിപ്പോയാൽ പിന്നെ ഈ ജനാധിപത്യത്തിന് അർത്ഥമില്ല. കാരണം ഈ പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു ഭരണകൂടം ചെയ്യുന്നത് ശരിയല്ല എന്ന് പൗരന്മാർക്ക് തോന്നുമ്പോൾ അവർ മറ്റൊരു ഭരണത്തെ തെരഞ്ഞെടുക്കും. ഈ മതപരമായുള്ള കൂട്ടത്തിൻ്റെ പ്രശ്നം അവരാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇത് പിന്നെ മാറില്ലല്ലോ.
ഹിന്ദുവായ ഒരാൾ പിന്നീട് ഹിന്ദു അല്ലാതാവുന്നില്ല. അപ്പോൾ മതപരമായുള്ള ബോധ്യങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ആധാര പ്രേരണയായിട്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ ഈ ഭരണഘടന നിരർത്ഥകമാകും എന്ന് പറഞ്ഞത് അംബേദ്കറാണ്. അതുകൊണ്ട് ഈ ജനാധിപത്യം എന്ന വാക്ക് നമ്മളങ്ങനെ കരുതുന്നത് പോലെ മാറി 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 ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള അതതിൻ്റെ ഒരു വശം മാത്രമാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യം ഒരു ജീവിത മൂല്യമാണ്. ആ ജീവിത മൂല്യത്തെ ശക്തിപ്പെടുത്താൻ നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. എനിക്ക് ഏതായാലും കത്ത് കിട്ടി, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഒരു വലിയ വിഷയമാണ്, അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സമകാല ജീവിതത്തിൽ ഏറ്റവും അധികം പ്രസക്തമായ ഒരു വിഷയമാണ് ഈ കണക്റ്റയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാനെടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ചെറിയ സമയം കൊണ്ട് എത്രത്തോളം ഫലപ്രദമായി ഓരോരാൾക്കും അവതരിപ്പിക്കാൻ പറ്റി എന്ന് എനിക്കറിയില്ല. ഏതായാലും ചർച്ചകൾ തുടരട്ടെ, ജനാധിപത്യത്തിൻ്റെ തുറസിൽ സംവാദങ്ങൾ തുടരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് സ്നേഹ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു.